ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുഹൃദയം വിചിന്തനത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇതിനുശേഷം നാളെ മുതൽ നമ്മൾ ചിന്തിക്കുന്നത് കുടുംബം, തിരുക്കുടുംബം. വിചിന്തനം നടത്തുകയും ഒരു കുടുംബ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ജൂലൈ മാസം നമ്മൾ ഈ ഒരു വിചിന്തനത്തിലൂടെ കടന്നു പോകുന്നതാണ്. നമ്മുടെ ഹൃദയത്തെ വിരൂപമാക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ കാണുകയാണ്. അതാണ് ആസക്തി. ആസക്തി പൂണ്ട ഹൃദയമാണ് നമുക്കുള്ളത് എങ്കിൽ ആ ഹൃദയം വിരൂപമായ ഹൃദയമാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഹൃദയമല്ല നമുക്കുണ്ടാകേണ്ടത്. വിശുദ്ധി നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ഇതുമായി ബന്ധപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഹൃദയവിശുദ്ധി മഹത്തായ ഒരു ഭാഗ്യമാണ്, ഒരു മഹാഭാഗ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായി 5-ാം അധ്യായം 8-ാമത്തെ വചനം പറയുന്നത്, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയവിശുദ്ധി ദൈവത്തെ കാണാനും ദൈവത്തിൽ വസിക്കാനും നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിശുദ്ധി നഷ്ടമാക്കുന്ന ഒരു കാര്യമാണ് ആസക്തി എന്നുള്ളത് നാം തിരിച്ചറിയണം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. പറയുണ്ട്, ദൈവവുമായിട്ട് നമുക്കൊരു വ്യക്തിബന്ധം ഉണ്ടാകണമെങ്കിൽ ജീവിത വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5:19 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധി അജയ്യമായ ഒരു പരിചയാണ്. പരിച നമ്മെ സംരക്ഷിക്കുന്നത് പോലെ ജീവിത വിശുദ്ധിക്ക് നമ്മെ സംരക്ഷിക്കാൻ സാധിക്കും എന്നത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട്, ഹൃദയത്തെ അശുദ്ധമാക്കുന്ന ചില ആസക്തികളെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഈ ആസക്തികൾക്ക് നമ്മളെ വിട്ടുകൊടുത്താൽ അത് നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കും. ഒന്നാമത്തെ കാര്യമാണ് ജഡികാസക്തി. ഇത് നമ്മുടെ ഹൃദയത്തെ വിരൂപമാക്കും, അശുദ്ധമാക്കും. പ്രഭാഷകൻ 23:16 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജഡികാസക്തിക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തെ വട്ടപൂജ്യമാക്കും. വി വിൽ ബി റെഡ്യൂസ്ഡ് ടു ആഷസ്. ആ രീതിയിലുള്ള ഒരു സന്ദേശമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. പ്രഭാഷകൻ 6-ാം അധ്യായം 2 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കും, ഫലങ്ങൾ നശിപ്പിക്കും, അവസാനം നീ ഒരു ഉണക്കമരമായി മാറും. ആധ്യാത്മിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉണക്കമരം പോലെ നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. പ്രധാന കാരണം ജഡികാസക്തിക്ക് അവരെ വിട്ടുകൊടുത്തത്, അതിന് അടിമയായി മാറിയത്. ഗലാത്യർ 5-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ നമുക്ക് ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്, കാരണം അവ ആത്മാവിന് എതിരാണ്. റോമാലേഖനം 8:13 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ഈ ജഡിക പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നവർക്കാണ് നിത്യജീവൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. രണ്ടാമതൊരു കാര്യം കാമാസക്തി, മറ്റൊരാസക്തിയാണ് കാമാസക്തി. എസെക്കിയേൽ 16:30 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ലജ്ജയില്ലാത്ത വേശ്യയെപ്പോലെ നീ കാമാതുരയായി. കാമാസക്തി നമ്മളെ പിടികൂടിയാൽ അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും, നമ്മുടെ ഹൃദയത്തെ വിരൂപമാക്കും എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ജെറമിയ 13:27 എടുത്താൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട്, നിന്റെ മ്ലേച്ഛതകളും വ്യഭിചാരങ്ങളും വിഷയാസക്തിയുടെ സീൽക്കാരവും കാമാന്ധമായ വേശ്യാവൃത്തികളും നാട്ടിൻപുറത്തും മലമുകളിലും ഞാൻ കണ്ടു. ജെറൂസലേമിലെ വിളിച്ച് ദൈവം പറയുന്നൊരു കാര്യം, എന്നിട്ട് പറയാണ്, ജെറൂസലേമേ നിനക്ക് ദുരിതം, എന്നാണ് നീ ശുദ്ധയാവുക.
പറയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞാൽ നാം ജീവിക്കുന്നത് അശുദ്ധിയിലാണ്. അത് ദൈവമക്കൾക്ക് യോജിച്ചതല്ല. മറ്റൊരു കാര്യം നമ്മളെ അശുദ്ധരാക്കുന്ന ഒരു കാര്യമാണ് വിദ്വേഷം. ഹെബ്രായർ 12:17 വായിച്ച ഹെബ്രായർ 12:15 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിദ്വേഷം മൂലം നിങ്ങളിൽ പലരും അശുദ്ധരായിത്തീരുന്നു. വിഗ്രഹാരാധന ഒരശുദ്ധിയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 21:11 വായിച്ചാൽ ഇതൊരു അവിശ്വസ്തതയാണ്. എസെക്കിയേൽ 6-16 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിഗ്രഹാരാധന വേശ്യാവൃത്തിയാണ്, വ്യഭിചാരമാണ്. നാഹും എന്ന പുസ്തകത്തിൽ 1-ാം അധ്യായം 14-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിഗ്രഹാരാധന ഒരു നികൃഷ്ട പ്രവൃത്തിയാണ്. ഇതെല്ലാം നമ്മളെ അശുദ്ധരാക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് വിശുദ്ധീകരിച്ചെടുക്കാം. അതിനായി ഈ തിരുഹൃദയ പ്രതിഷ്ഠയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് പ്രലോഭിതരുടെ മാനസാന്തരം. നമുക്ക് അവരുടെ മാനസാന്തരം ആഗ്രഹിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങയെപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.